കർഷക ദിനാചരണം കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, ഫാർമേഴ്സ് ബാങ്ക്, യൂണിയൻ ബാങ്ക്, പാടശേഖര സംരക്ഷണ സമിതികൾ, കാർഷിക വികസന സമിതി, കാർഷിക കർമ്മസേന എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 കൃഷിഭവൻ ഹാളിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണം മൂവാറ്റുപുഴ MLA ഡോക്ടർ മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ട കർഷകരെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി മനോജ് അധ്യക്ഷത വഹിച്ചു. പിന്നെ ഇപ്പം പറയുകയാണെങ്കിൽ കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അധികവും കർഷക കുടുംബങ്ങളാണുള്ളത്. കർഷകരിൽ നിന്നാണ് വളർന്നു വന്ന ഒരു സ്ഥലമാണ് കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ലോകത്ത് ഒത്തിരി സുഖങ്ങളും എല്ലാം ഏറി വരുന്നത് എല്ലാവരും ഈ വാങ്ങുന്ന പച്ചക്കറികള് വിഷവും എല്ലാം ആയിട്ട് വാങ്ങി കഴിക്കുകയാണ്. നമ്മൾ തന്നെ നമ്മുടെ വീട്ടില് നമുക്ക് ആവശ്യമുള്ള അടുക്കളത്തോട്ടങ്ങളെല്ലാം തുടങ്ങി അതിൽ നിന്നുള്ള പച്ചക്കറികളെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങുവാണെങ്കിൽ നമുക്കൊരു പരിധി വരെ നമ്മുടെ ബഡ്ജറ്റ് നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ രോഗങ്ങളും കുറയ്ക്കാൻ സാധിക്കുമെന്ന് 300 രൂപ കർഷകർക്ക് താങ്ങുവിലയായി നൽകുമെന്നുള്ള പ്രഖ്യാപനം വലിയ ആശ്വാസത്തോടു കൂടിയാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ കാലാനുസൃതമായ മാറ്റങ്ങൾ കാർഷിക മേഖലയിൽ വലിയ രീതിയിൽ കൊണ്ടുവരുമെന്നും വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്നും ഇന്നത്തെ യോഗത്തിൽ അവർ പറഞ്ഞു. അതൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഇന്ന് ഒരുപാട് പുതിയ ഇനം ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഫ്രൂട്ട്സിന്റെ കൃഷി കേരളത്തിൽ വ്യാപകമാവുകയാണ്. നമ്മുടെ മേഖലയിലൊക്കെ അതിന്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അപ്പൊ അതൊക്കെ വലിയ നിലയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാകും. അതോടൊപ്പം തന്നെ നെൽകർഷകർക്ക് ആശ്വാസമായി കാലത്തും കണ്ണുനീരിലായിരുന്ന അവർക്ക് കൊടുക്കാനുണ്ടായിരുന്ന പണം കൊടുത്തു തീർത്തതിന് ശേഷമാണ് അദ്ദേഹം എന്ന വേദിയിലേക്ക് വന്നത്. അതൊക്കെ നല്ലൊരു സൂചനയായിട്ടാണ് ഞാൻ കാണുന്നത്. വരുന്ന ഒരു 10 വർഷങ്ങൾക്കുള്ളിൽ ഒരുപക്ഷെ കാർഷിക മേഖല നമ്മൾ കാണാത്ത ഒരു ഉണർവിലേക്ക് വരുമെന്ന പ്രതീക്ഷയാണ് ആത്മാർത്ഥമായിട്ട് എനിക്കുള്ളത്. അതിന് കൃഷി വകുപ്പും ഉണർന്ന് പ്രവർത്തിക്കണം. തീർച്ചയായിട്ടും സർക്കാരിന്റെ ആ ഒരു ആർജവും ഇച്ഛാശക്തിയും കാർഷിക മേഖലയോടുള്ള കരുതലും നിങ്ങൾ കർഷകരിലേക്ക് എത്തിച്ചാൽ മികച്ച കർഷകൻ ജോസ് ജേക്കബ് ഒഴികെ സജി ജോൺ കപ്പ്യാരുമലയിൽ, മുതിർന്ന കർഷകൻ ജോസഫ് ഐപ്പ് ആക്കാന്തരി, മികച്ച ജൈവ കർഷകൻ ജിജോ ജോൺ റാത്തപ്പള്ളി, മികച്ച വനിതാ കർഷക ജിജ റാണി പുൽപ്പറമ്പിൽ, മികച്ച SC കർഷകൻ ദിലീപ് വാസു പുഴഞ്ചാലക്കുടിയിൽ, മികച്ച ക്ഷീര കർഷകൻ MB തോമസ് മുണ്ടയ്ക്കാമറ്റത്തിൽ, മികച്ച വിദ്യാർത്ഥി കർഷകൻ ജിബിൻ ജെയിംസ് മേക്കുന്നിൽ, മികച്ച സ്കൂൾ PUPS മരുതൂർ, PUPS വെള്ളാരങ്കൽ എന്നിവരെ ആദരിച്ചു. അടുത്തത് മികച്ച ക്ഷീര കർഷകൻ ശ്രീ അദ്ദേഹത്തെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കർഷക തലമുറയുടെ പ്രതീക്ഷയായി മാറുന്നു. പശുപരിപാലനവും തേനീച്ച വളർത്തലും റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ തുടങ്ങി ഒട്ടനവധി ഫലവൃക്ഷങ്ങളും കൃഷി ചെയ്യുന്ന ജിബിനെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ടീച്ചറെയും കുട്ടികളെയും ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജീഷ് ഷാനവാസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജീഷ് K ഏഴാനിക്കാട്ട്, മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസി ജോളി, ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് ജോളി ജോർജ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നീതു ജോസഫ്, മെമ്പർമാരായ സൂസമ്മ പോൾ, പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ, അഡ്വക്കേറ്റ് ജോബി ജോസ്, ബാബു മനക്കിപ്പറമ്പിൽ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. മെമ്പർമാർ, കർഷകർ, സംഘടനാ പ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ
നിരവധി പേർ പങ്കെടുത്തു. കൃഷി ഓഫീസർ ആയിഷ മോൾ PV സ്വാഗതവും രാജേഷ് K നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കല്ലൂർക്കാട്.